മഴയുടെ ദുരിതം അവസാനിച്ചിട്ടില്ല. ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കയറിയ വെള്ളം ഭാഗികമായി ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമായിട്ടുണ്ട്. ഇപ്പോൾ വീടുകളിൽ നിന്നുള്ള വെള്ളവും ഇറങ്ങിത്തുടങ്ങി. വയലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമാണിപ്പോൾ വെള്ളമുള്ളത്. 5 ദിവസം വീടുകൾ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിൽ ബലപരിശോധനയ്ക്ക് ശേഷമേ താമസം അങ്ങോട്ടേക്ക് മാറ്റാവൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. റഹീസ് റഷീദ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. റഹീസ്, ഏറ്റവും കൂടുതൽ ഇത്തവണത്തെ ഒരു പെരുമഴ ബാധിച്ചിട്ടുള്ളത് ആറന്മുളയാണ്. ആദ്യ ദിവസം മുതൽ തന്നെ അവിടുത്തെ ഒരു അതിദാരുണമായ അവസ്ഥ, സാഹചര്യം, കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കണ്ണു നനയിക്കുന്ന പല കാഴ്ചകളും നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ മഴ പൂർണ്ണമായും ആറന്മുളയിൽ മാറിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് റഹീസ്? ഇപ്പോഴും നിൽക്കുന്നത് വെള്ളക്കെട്ടിലാണെന്നുള്ളതാണ്. അതായത് വെള്ളം ഇപ്പോഴും പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല. പല വീടുകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണെന്നും മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏകദേശം എത്രത്തോളം ആളുകളുണ്ട്? ഈ വീടൊക്കെ ക്ലീനാക്കി ശുചീകരിച്ച് ഒരു പഴയ ആറന്മുള കെട്ടിപ്പടുക്കാൻ ഇനിയും എത്ര ദിവസം വേണ്ടിവരും? സർക്കാരിന് എന്തൊക്കെ സഹായങ്ങളാണ് ആറന്മുളക്കാർ പ്രതീക്ഷിക്കുന്നത് റഹീസ്? ഷിഹാസ്, പഴയ ആറന്മുള, അതായത് കഴിഞ്ഞ മാസം 31-ാം തീയതി വരെ ഉണ്ടായിരുന്ന ആറന്മുള തിരിച്ച് അതേപടി പിടിക്കാൻ, അതായത് ആ വീടുകളിലേക്ക് ആളുകൾക്ക് തിരിച്ച് കയറാൻ ഇനിയും 3-4 ദിവസം പൂർണ്ണമായും ആളുകൾ കയറാനെടുക്കും. റോഡുകളിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്. പ്രധാനപ്പെട്ട റോഡുകൾ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ എല്ലാ സ്ഥലത്തു നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ബസ്സൊക്കെ സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷം സർവീസ് നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റോഡാണ്. ഇതൊരു വയലാണ്. ഇതിന് തൊട്ടപ്പുറത്ത് എൻ്റെ ഇടതും വലതും ഭാഗത്തുള്ളത് വയലുകളുമാണ്. ഇത് ഇടറോഡുകളാണ്. ഇടറോഡുകളിലെ അവസ്ഥ ഇത് തന്നെയാണ്. താഴ്ന്ന പ്രദേശങ്ങളാണ്. പമ്പയാറ്റിൽ നിന്ന് വെള്ളം കയറി ആ വെള്ളം ഇവിടെ ഇറങ്ങി അതിനുശേഷം പുറത്തേക്ക് ഒഴുകുന്നതാണ് സാധാരണ ഒരു രീതി. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നതും. ഏറ്റവും ആളുകളെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വീടുകൾ 1-ാം തീയതി മുതൽ വെള്ളത്തിനടിയിലാണ് പല വീടുകളും ഉള്ളത്. ആ വീടുകളിലേക്ക് ആളുകൾ വെള്ളം ഇറങ്ങുമ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ വീടുകൾ എത്രത്തോളം ബലമുണ്ട് എന്ന കാര്യത്തിൽ അധികൃതർ സംശയം പറയുന്നുണ്ട്. അത് പ്രശ്നമുണ്ട് എന്നതല്ല, പക്ഷേ അത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയിട്ട് മാത്രം ആളുകൾ താമസിക്കണം. പല ചെറിയ ചെറിയ വീടുകളുണ്ട്, തേക്കാത്ത കട്ടകൾ മാത്രം വെച്ച വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ ആളുകൾ തിരിച്ച് താമസിക്കുന്നതിന് മുമ്പ് അത് ഉറപ്പുള്ളതാണോ, ഏതെങ്കിലും തരത്തിൽ ഇടിഞ്ഞു വീഴാൻ പറ്റുന്നതാണോ എന്നതൊക്കെ നോക്കണം എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചില വീടുകളിലൊക്കെ, വളരെ കുറച്ച് വീടുകളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിൽ ക്ലീനിങ് പ്രവർത്തനം നടത്താൻ ആ തരത്തിൽ ഒത്തിരി ആളുകളില്ല. കാരണം ഈ ആറന്മുളയുടെ ചുറ്റുപാടുമുള്ള പല പഞ്ചായത്തുകളുടെയും ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതുകൊണ്ട് അവരവരുടെ പഞ്ചായത്തുകളിൽ, വാർഡുകളിലൊക്കെ കേന്ദ്രീകരിക്കുകയാണ്. നാളെ മറ്റന്നാളത്തോടു കൂടി ഈ വെള്ളം കൂടി ഇറങ്ങിക്കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറും എന്ന കരുതി അവർ മുന്നോട്ട് പോവുകയാണ്. 1-ാം തീയതി പോയ കറണ്ടാണ് ഏതാണ്ട് എല്ലായിടത്തും. ഇപ്പോൾ ഇങ്ങോട്ട് KCB ഉദ്യോഗസ്ഥർ പോകുന്ന കണ്ടു. 2-3 ട്രാൻസ്ഫോമർ കൂടി ചാർജ് ചെയ്യാനേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും കറണ്ട് വന്നിട്ടുണ്ട്. അതായത് 5 ദിവസത്തിന് ശേഷം വൈദ്യുതി ബന്ധം പ്രദേശത്ത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. ഉച്ചയ്ക്ക് ശേഷം ഒട്ടും മഴ പെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് മുമ്പ് ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ട് മഴ കയറാൻ സാധ്യതയുള്ളത് ശബരിമല വനമേഖലയിലെ അവിടെ മഴയുണ്ടെങ്കിലാണ്. അവിടെ പക്ഷേ അന്വേഷിച്ചപ്പോൾ കൂളാണ്, മഴയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ആശ്വാസകരമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ആശ്വാസം എന്ന് പറയുമ്പോൾ വെള്ളം ഇറങ്ങുന്ന കാര്യത്തിൽ മാത്രമാണ് ആശ്വാസം. ഇറങ്ങിക്കഴിഞ്ഞ് ഓരോരുത്തരുടെ വീടുകളിൽ അവർക്കുണ്ടാകുന്ന ദുരിതങ്ങളിൽ ഒരാശ്വാസവും ഉണ്ടാവില്ല. സർക്കാർ അവരെ ചേർത്ത് പിടിക്കേണ്ടി വരും. സന്നദ്ധ സംഘടനകൾ ഒപ്പം നിൽക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ആറന്മുള പഴയ ആറന്മുളയായി മാറൂ. ശരി റഹീസ്, ഇപ്പോൾ നിൽക്കുന്നത് ഒരു നടു റോഡിലാണെന്നുള്ളതാണ്. അതിന് അപ്പുറവും ഇപ്പുറവും പാടമാണ്. പക്ഷേ പാടം ഏതാണ്, അല്ലെങ്കിൽ പുഴ ഏതാണ്, റോഡ് ഏതാണ്, നിരം ഏതാണെന്ന് മനസ്സിലാവാത്ത തരത്തിൽ വെള്ളം വലിയ തോതിൽ കയറിയിട്ടുണ്ട്. വീടുകൾ പലതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബലപരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ വീണ്ടും ആ വീടുകളിൽ താമസിക്കാൻ പോവാൻ കഴിയൂ. അതുവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ ആ നാട്ടുകാർ തുടരേണ്ടതുണ്ട്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്.